നമ്മളേ ഇന്നലെ തങ്ങിയത് ആ ഒരു ഏരിയയിലെ വീട്ടിലാട്ടോ. മാലിക്കിനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരുന്നത്, ഇപ്പം കണ്ട് എടുത്തിട്ടുണ്ട് മാലിക്ക് തട്ടോ. മെയിനായിട്ടൊരു പാറപ്പുറം കേട്ടോ, ഭംഗിയുള്ളൊരു പ്രദേശം ഉള്ളിൻ്റെ ഏരിയയിലാണ് കേട്ടോ. ഈ ആർക്കാട് എന്ന് പറയുന്നൊരു പ്രദേശത്താണ് കേട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് മൊത്തത്തിലൊന്നും ഇങ്ങനെ കറങ്ങി വിസിറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ 2 കുട്ടികളുണ്ട്. കുട്ടികളെ നമുക്ക് കാണാം. പേര് സൊല്ലടാ തമ്പി, പേരെന്നാ? അഭിനേഷ്. എൻ്റെ പേര്. അപ്പോൾ അവർക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തപ്പോളേ നല്ല സന്തോഷിക്കണേ മോനിസതാ. അപ്പോൾ എല്ലാവരും കൂടി പോവാണ് കേട്ടോ. ജസ്റ്റ് മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് കൂടി ഈ ഒരു നാട് കാണാൻ വേണ്ടി പോവാട്ടോ. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴേ അവരെ നാട് നമുക്ക് കാണാനുള്ള അവസരം കൂടിയും കിട്ടുകയാണ് കേട്ടോ. നമ്മൾ മാലിക്കനായിട്ടുണ്ട് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഈ റൂട്ടിൽ നിന്നാണ് ഇറങ്ങണത്. ഇറങ്ങുമ്പോൾ കാണാൻ കാഴ്ച കേട്ടോ. മോനസും ഇവിടെ എത്തിയിട്ടോ അപ്പോത്തിന്. അപ്പോൾ സവർജില്ലിൻ്റെ മരമാണ് കേട്ടോ കാണിക്കണേ. സവർജില്ലാട്ടെ നിൽക്കണേ മൊത്തം. ആ മനോഹരമായ പ്രദേശത്ത് കൂടിട്ടോ. സേലം ഡിസ്ട്രിക്റ്റിൽ യാർക്കാട് ഭാഗത്താണുള്ളത്. ഒരുപാട് ഏരിയ കാണാനുണ്ട് കേട്ടോ. പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്പേസിലേക്കൊന്നും വല്ലാതെ പോകുന്നില്ല, എങ്കിലും പോകാൻ ശ്രമിക്കാം. പക്ഷേ കൂടുതലായി നമ്മൾ ഈ ഉള്ളേരിയകൾ, ഗ്രാമങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് വിസിറ്റ് ചെയ്യണത്. ഇവിടെ കേട്ടോ ഈ കാട്ടിൻ്റെ ഉള്ളിലൊരു അമ്പലം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. 2 ഗൈഡ് ഉണ്ട് നമുക്ക്. എന്താ 2 ഗൈഡുകളുണ്ട് ഇവിടെ മൊത്തം കാണിച്ചു തരാം. 2 ഗൈഡുകൾ. മോനിസിന് നല്ല കമ്പനിയായി. അടിപൊളി വീടാതാ. ഇതൊക്കെയാണ് കേട്ടോ പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ചകൾ. നമ്മൾ കുറേ കടവും കാര്യങ്ങളും മേടിച്ച് വീട് കെട്ടിയിട്ട് സമാധാനമല്ല ജീവിക്കണമല്ല. ഇതൊക്കെ വളരെ സമാധാനത്തോട് കൂടിയിട്ട് അന്നത്തെ കാര്യങ്ങൾ നടക്കണം. ഇവിടുത്തെ പടവുകൾ നോക്കിട്ടാ കല്ലുകൾ കൊണ്ട് കറക്റ്റായി വെട്ടിണ്ടാക്കിയിട്ട് നല്ല ഭംഗിയില്ല. ഇത് നമ്മളവിടെ ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മളവിടെ കല്ലില്ലാത്തതുകൊണ്ട്. ഈ കല്ലില്ലാത്തതുകൊണ്ട് ഇവിടെ ഈ കല്ല് സുലഭമാണ്, അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ഒരു യൂസ് ചെയ്യുന്നുണ്ട്. അതിനാ ഭംഗിയും കാണുന്നുണ്ട്. നമ്മൾ യാത്രയിൽ തന്നെ ഉണ്ടാ. അപ്പോൾ ചുറ്റുപുറം കാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിൻ്റെ ഉള്ളിലെ ഏരിയയിലാണ്. റോഡൊക്കെ നല്ല റോഡ് കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴേ ഇവിടെ ഒരു പഴയൊരു വീട് കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഉള്ളിൽ പോയൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് കേട്ടോ. ഇത് വളമയാണ് കേട്ടോ. കല്ലിലാണ് തീർത്തിട്ടുള്ളത്. ഇവിടെ കൂടി ഇങ്ങനെ കയറാം, സ്റ്റെപ്പുകളുണ്ട്, തേച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ റോട്ടുമ്പോൾ പോകുമ്പോൾ ഒരു അകരത്തിങ്ങനെ നിൽക്കണം, ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഫീൽ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് കാടുകൾ, അതായത് കാപ്പി കാര്യങ്ങൾ, സവർജില്ല്, പിന്നെ ചക്ക, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ കേട്ടോ ഒരുപാട് കാണുന്നത്. നാരങ്ങ, പിന്നെ പേരക്ക, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. പഴയ കാലത്ത് കെട്ടിട നിർമ്മിതിയല്ലേ, അവ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ഉണ്ട് പാമ്പുകളൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ഇതാണ് കേട്ടോ അവസ്ഥ. ഒന്നും കാണാനൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പുല്ലൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം എന്താ പറയുക, ചിലപ്പോൾ ഈ രാജവമ്പാല പോലത്തെ പാമ്പുകളൊക്കെ ഇങ്ങനത്തെ ഏരിയയിലുണ്ടാവുക, തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ. ഇപ്പം നമ്മൾ അതുകൊണ്ട് ഉള്ളിലേക്കൊന്നും അങ്ങനെ കിടക്കണില്ല ചേട്ടാ. ഇതാണ് ഇതിൻ്റെ നിർമ്മിതി കേട്ടോ, ഉൾഭാഗം. ഏകദേശം പറയണത് നമ്മളെ നാട്ടിലത്തൊക്കെ മാരത്തൊരു 2 റൂമുകളുള്ളൊരു വീട് കേട്ടോ. ചിലപ്പോൾ നമ്മളെ ആ ഏരിയയിലുള്ള ആളുകൾ വന്ന് മേടിച്ച് റിസോർട്ട് സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടേ അവർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ വീടായിരിക്കാം. നമ്മൾ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അവിടെ ആ കണ്ട ഏരിയയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 ക്ഷേത്രങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ കാണുന്നതൊക്കെ സവർജില്ലിൻ്റെ തോട്ടമാണ് കേട്ടോ. ഫുള്ള് സവർജില്ല് കൃഷിയാണ്. ഇവിടെ ഇതിന് ബേരക്ക എന്നിട്ടാ പറയാം, ബേരക്ക. ഇവിടെയൊക്കെ ഉണ്ട്, കണ്ടോളിട്ടോ. ഇത്രയും വലിയ ഉൾപ്രദേശത്ത് കൂടെയാട്ടോ നമ്മൾ മാലിക്കും പോണത്. ഞാനുണ്ട് ഇത് നമ്മുടെ നാട്ടിലത്തൊക്കെ മാറിയിട്ടോ, നല്ല പച്ചപ്പുള്ള നാട്.
അങ്ങനെ നമ്മളേ ഉള്ളിൻ്റെ ഉൾഗ്രാമത്തിലാണ് കേട്ടുള്ളത്. കണ്ടോളി, മനോഹരമായിട്ടുണ്ടെന്നുള്ളതാണ്. നല്ല കൂളിങ് കേട്ടോ. ഇവിടെ ഈ 2 വീടുകൾ മാത്രമേ ഉള്ളൂ. കുറേ ദൂരം വന്നപ്പോൾ കുറച്ചുകൂടെ വന്നപ്പോഴേ മയിലിനെ കാണുന്നുണ്ട്. മയിലിത പാറിനെ നമ്മളെ കണ്ട് പേടിച്ചിക്കണമെന്നുണ്ട്. ഒരാണുണ്ട് 2 പെണ്ണുണ്ട്. കയറിപ്പോണേ നമ്മൾ മാലിക്കും അറ്റ്ലാസ് വലിയൊരു കാടിൻ്റെ നടുക്കെത്തിയിട്ടുള്ളത്. വലിയ കാട്. ഈ വഴിക്കു കൂടെ ആയിട്ട് നമ്മൾ കയറി വന്നത്. ഈ 2 പയ്യന്മാരുണ്ട് നമ്മളെ കൂടെ. അതായത് ഇന്നലെ നമ്മൾ താമസിച്ച വീട്ടിലത്തെ പയ്യന്മാരാണ് കേട്ടോ. അങ്ങനെ യാത്രയിൽ തന്നെ കേട്ടോ മാലിക്ക് തോടെ നിൽക്കുന്നത്. ഇങ്ങനെ നോക്കിയപ്പോഴേ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് എന്തോ ഒരു സംഭവം ഉണ്ട്. പോയൊക്കെയല്ലോ പെരും കാട് കേട്ടോ. ചുറ്റുപുറം നോക്കിയോളൂ. മാലിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തോ കലാപരിപാടികൾ നടക്കുന്ന സ്ഥലം കേട്ടോ. ചീട്ടുകളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കണതോ. അങ്ങനെയുണ്ട്. തീയൊക്കെ കാച്ചുന്ന സ്ഥലമൊക്കെ കാണുന്നുണ്ട്. വൈബ് ഏരിയ കേട്ടോ. കണ്ടണി അവരുടെ വീടുണ്ടായിട്ടുണ്ട്. ഇപ്പം ആരും താമസക്കാരില്ലാവുന്നുണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ മാലിക്ക് നമ്മളെ ഗൈഡാളെ ഇതാ നിൽക്കണേ. മോനസിനെറ്റ് കളിച്ചുകൊണ്ട് മോനസ് പോലും കൂടി കളിക്കാൻ കേട്ടോ. അങ്ങനെ ഈ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈബ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കൂടാരൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ആ കാണുന്നത് ഒരു വീടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇല്ല, ഇപ്പോൾ ഈർണിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലാട്ടെ നമ്മൾ കണ്ടോ. മാലിക്കിനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ കട ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാം, മുട്ടായി എന്തെങ്കിലുമൊക്കെ. ഏരിയ കണ്ടോളിട്ടാ. ഇവിടെ ഒക്കെ ബോർഡ് നോക്കുകയാണെ 3D ആയിട്ട് തന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നോക്കുമ്പോൾ പക്ക ഗ്രാമം കേട്ടോ. ഇവിടെ ഈ ഒരു ചെറിയ കട മാത്രമേ ഉള്ളൂ. ദൂരെ പേരെന്നാക്കാം രാജനഗർ. അപ്പോൾ വരെ ചെറിയ കടയാണ് കേട്ടോ. അല്ല മാലിക്കിനോട് നിർത്തിയിട്ടാ. ഈ കുട്ടികളെ സ്കൂളാണ് കേട്ടത്. ഉങ്ക സ്കൂളാ എത്ര വരെ ഇറക്ക്? ഇങ്ക എത്ര വരെ ഇറക്ക്? അപ്പോൾ 5 വരെയുള്ള സ്കൂളാണ് കേട്ടോ. ഈ ഒരു ആംബിയൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഭാഗ്യം കേട്ടോ. പക്ഷെ നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രം മതി. നല്ല പച്ച പരവതാനിയിലുള്ള സ്കൂള്. മാലിക്കിന് ഈ ഒരു ബെൻഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ നോക്കിയപ്പോഴേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. കോടൊക്കെ ഇങ്ങനെ കയറി പോണതാ. ഒക്കെ കോടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയൊരു ഊരൊക്കെ കാണുന്നുണ്ട്. വലിയൊരു ഗ്രാമം. ഇവിടെ വേറെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു പൂവുണ്ട് കേട്ടോ. ഇത് നമ്മളവിടെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വേറെ തന്നെ കളറുകൾ മിക്സ് ആയിട്ട്. ഇവിടെ ഒരു പൂ വേറെ റെഡ് കളറ്. ഇവിടെ കണ്ടോക്കാണ് നിലത്ത് വേറെ 10 മണി. ചെമ്പരത്തിയിൽ വേറെ വെറൈറ്റി കളറ്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈ കുട്ടൂസന്മാരെ വീട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഒഴിഞ്ഞ പാറപ്രദേശം, ഒരു കുടിലൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ പയ്യന്മാരെ നടക്കണ ഇതിൽ കൂടെ അവരെ പെരയ്ക്ക് പോവുക. നമ്മളാ ബൈക്ക് നിൽക്കണതാ. അവിടെ നമ്മളെ വണ്ടി കൊടുന്നിരുന്നു. പിന്നെ പാറായിട്ട് ഞങ്ങളെ തിരിച്ചു പോകണം. ഇതൊരു അമ്മ കേട്ടോ. നമ്മളാ വീട്ടിലാട്ടുന്ന ടെൻ്റ് അടിച്ച് മനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശം. നിങ്ങൾക്ക് പേരെന്നാക്കാ? എന്തോ ഒരു പേര്? മഞ്ജുകോട്ട. അപ്പോൾ ഈ ഏക്കാൻ്റെ വീട്ടിലാട്ടോ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കണ ഒരു സംഭവമുണ്ട്. കസാര പഴയത് കേട്ടോ. ഒരു മരത്തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. പിന്നെ വിറക് കാര്യങ്ങളൊക്കെ വെട്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെള്ളം ചൂടാക്കാനായിട്ട്
ഉള്ളൊരു അടുപ്പുണ്ട് കേട്ടോ. പിന്നെ ഏത് നേരം വന്നുകൊണ്ടിരിക്കുന്ന വെള്ള സ്രോതസ് വലിക്കുന്നുണ്ട് കേട്ടോ. മലൻ്റെ മേലെ നിന്ന് വരുന്നതാണ്. ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ വെള്ളത്തിലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു വീട് ഇവിടെ സോളാറിലാട്ടോ എപ്പോഴും പ്രവർത്തിക്കുന്നത്. കറണ്ടില്ലാത്തൊരു വീട്. അതുപോലെ ഫ്രണ്ടേജ് ഇങ്ങനെ ഒരു അടപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഡോറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ വില ഉള്ളിലേക്കൊന്ന് കയറി എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടോ. ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളെ സാധനങ്ങളൊക്കെ തട്ടാ ഇന്നലെ കിടന്നപ്പോൾ കൊടുത്തതാണ്. ഈ ഒരു ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചത് ഇങ്ങനെ ഒരു ഏരിയ. ഞങ്ങൾക്ക് മഴയല്ലേ, അപ്പോൾ മഴത്ത് ഇങ്ങനത്തെ ഒരു ഏരിയ നിർബന്ധമായിരുന്നു. ഒരു ഏട്ടൻ പറഞ്ഞ വീട്ടിൽ വരാൻ, അങ്ങനെ വീട്ടിൽ കൊന്നാണ്. അങ്ങനെ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ വരുമ്പോൾ ലൈറ്റ് ഇല്ല കേട്ടോ അവർക്ക്. അങ്ങനെ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു അടുക്കളുണ്ട്. ഇതാ ഈ കാണുന്ന സ്വിച്ച് ഇടാം. സോളാറിലാണ് ലൈറ്റ് ഇട്ടാ, ചെറിയ ലൈറ്റ്. ഇങ്ങനെ ഒരു അടുക്കള കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ റൂമ്. അതാണ് ഒരവസ്ഥ കേട്ടോ. വേണ്ട ഈ പയ്യനാട്ടോ. അവിടെ നോക്കാണി എത്ര വലിയ വടിവാൾ എടുത്തിട്ട് അവൻ കട്ട് ചെയ്യണത്. നമ്മളടുത്തൊക്കെ കുട്ടികളെ ഇങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കുമോ? അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, ഈളാക്കുന്നുണ്ട്. ഇതേപോലെ ആക്കാനാ? ആ അതേപോലെ കൂർമ്പിച്ച് വെക്കട്ടാ. ആ അപ്പോളേ ബീൻസിന് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടേ ഉണ്ടാക്കാൻ കേട്ടാ. ഉണ്ടാക്കാനേ പയ്യന്, ചെറിയ പയ്യൻ. ആയിക്കോട്ടെ. എനിക്കേ നമ്മൾ ഫോണ് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതുവരെ നമ്മളോടൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് ചിരിച്ച് കളിച്ച് നടന്നതാണ്. ഇപ്പോൾ ഫോണ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ മുണ്ടാതിരിക്കുകയാണ്. നാളെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കേ നമ്മൾ ഫോണ് പറ്റുന്നില്ല. അതാണ്. വാടാ. നമ്മൾ ഫോണ് പറ്റുന്നില്ല ചേട്ടാ. ഞങ്ങൾ ഇന്നലെ രാത്രി മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. നാളെ പോവാം, നാളെ ചുറ്റിക്ക് ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണത്. വാ ഒരു നാൾക്ക് വരുവേ ടീയാ. ഇനി ഒരു നാൾക്ക് വരുവേ. ഇപ്പോൾ പോറേ നമ്മൾ സുത്തി പാக்கிறவங்க தானே. പോയിട്ട് പറയട്ടാ. ശരി. രണ്ടാളേ സങ്കടത്തിലാണ് ഞങ്ങൾ പോണത് കണ്ടിട്ട്. അപ്പോൾ അക്കനോട് കത്തെടുത്ത് കൊണ്ട് വരാൻ പറഞ്ഞു. നമ്മളിവിടെ പൈപ്പൊന്ന് കട്ട് ചെയ്യാണ്ട്, ഈ ഗ്യാസിന് കൊടുക്കണേ പൈപ്പിൻ്റെ തലൊന്ന് കട്ട് ചെയ്യാണ്ട്, ഈ തല. അപ്പോൾ കത്തെടുത്തുകൊണ്ട് വന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ബായിക്കോട്ടെ കിളമ്പുറേട്ടയാ. ബായിക്കോട്ടെ. ഭയങ്കര സങ്കടം ഞങ്ങൾ പോണേന്. ശരിയാക്കാ കിളമ്പുറ. പേര് എന്നാ സാർ? ഗണേശ. ഉങ്ക പേര്? ലത. അവരൊരു സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിയുടെയാണ്. എന്താ കൃഷി? നഴ്സറി. ആ ശരി, നമുക്ക് പോയി കാണാം കേട്ടോ. ശരി, ഇവർ പോവാണ്. അപ്പോൾ നമ്മളോട് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അടുത്തൊരു പപ്പി ഉണ്ട് കേട്ടോ, അടിപൊളി. ഇത് എന്നെ പേര് ചൊല്ലുവേ? ആ ശരി, താങ്ക്സ്. മാലിക്കിനെ തൊട്ടവിടെ നിർത്തിക്കണേ. വൈബ് നോക്കിട്ടോ, വേറെ ലെവലാണ് നല്ലതാണ്. ആ ഒരു ഇത് നമുക്ക് പരിചയപ്പെടുത്താണ്ട് കൃഷി കേട്ടോ. അതായത് പൂവിൻ്റെ ലീഫാണ് ബൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ അത് പരിചയപ്പെടുത്താം. ഇതട്ടോ നമ്മൾ തിരുമ്പണിയും കുളിക്കണ ഏരിയ. നല്ല അടിപൊളി കുളിരുള്ള തണുത്ത വെള്ളം കേട്ടോ. ഏകദേശം 2 മണി നേരം. മോനിസ് ഇവിടെ നിൽക്കണേ. ആയി പറഞ്ഞാ ടാറ്റെടുത്താ. ആയി നല്ല കുട്ടിയാണ്. ജെസ്സി അവിടെ തിരുമ്പണേ. നല്ല അടിപൊളി തണുത്ത വെള്ളം കേട്ടോ. അരുവി ഇങ്ങനെ ആട് പോകുന്നുണ്ട്. ഹായ് എടുത്താ. ഹായ്. അപ്പോൾ അവിടെ നിന്ന് ഇതെങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നുണ്ട് കേട്ടോ വെള്ളം. ഇതെങ്ങനെ പോണേ. അപ്പോൾ ഇന്നത്തെ കുളിയും നനയൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ മാലിക്കിനെ നിർത്തിയിരുന്നത് അവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലാന്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാറുണ്ട്. നമ്മളോട് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി വിളിക്കുക നമ്മളെ കണ്ടപ്പോൾ. അപ്പോൾ നേരെ നമുക്ക്
ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എന്താണ് അവിടെ നടക്കണത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ. അങ്ങനെ അനുമതി തന്നപ്പോൾ നമ്മൾ കഴിച്ചില്ലായി. പോവാ. അങ്ങനെ തന്നെ ഇവരെ തോട്ടത്തിൽ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. തന്നെ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോഴേ ഒരു ഐറ്റം വെറൈറ്റി ചെടികൾ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ചെടികളുണ്ട്. പിന്നെ എല്ലാ മരത്തുമ്മലും കുരുമുളക് പടർത്തിയിട്ടുണ്ട് കേട്ടോ. കാപ്പിത്തോട്ടം കേട്ടോ മൊത്തത്തിൽ. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കല്ല് പാകിയിട്ടുള്ള റോഡാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്തോ ഈ പൂവില്ലേ, പൂവ് നമ്മൾ ബൊക്ക ഉണ്ടാക്കൂലേ, അതേപോലെ മാലയൊക്കെ ഉണ്ടാക്കൂലേ പൂവിൻ്റെ, അതിന് ഉപയോഗിക്കുന്ന ലീഫാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന ഷെഡുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷെഡ് കെട്ടിയിട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് ഓപ്പണായി ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് മറ്റേ പ്രാണികൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ മൊത്തം കുരുമുളക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ രണ്ട് സൈഡിലും. വന്നൊരു സ്ഥലം എങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ചെറിയ സ്റ്റെപ്പുകൾ കയറാണ്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. ആരെങ്കിലും കാണും നോക്കുക. ഇവിടെ ഇതേപോലെ പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി സ്മെല്ല് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. ബട്ടറിൻ്റെ ഒരു മരം കണ്ടിട്ടോ, കുറേ ഉണ്ട്. അവകാടോ പച്ച ചെറിയ ചെറിയ ഇതാണ് കേട്ടോ, വലുതായിട്ടില്ല. അക്ക ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു അക്ക ഉണ്ട്. അതെന്നെ അക്ക കിച്ചണാ? പാക്കിങ് മാത്രം. ഈ ഉള്ളിലേക്ക് കയറി നോക്കട്ടോ. വലിയ പ്ലാന്റാണ്. കവറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ് കേട്ടോ ഫസ്റ്റ് കാണുക. മേലെ പച്ച ഷീൽഡുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കെട്ടിമറിച്ചിട്ട് വെയിലിനൊക്കെ കോടീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ടൊരു തലക്കം നോക്കാം എന്തൊക്കെ പ്ലാന്റുകളുള്ളതെന്ന്. ഇതട്ടോ ബൊക്കയിലൊക്കെ ഉണ്ടാവണ മരത്തെ ഇലകൾ കേട്ടോ. ഇതൊക്കെ ബൊക്കയിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ, ചെടികൾ, പ്ലാന്റുകൾ. ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. മന്തിപ്പൂകളുണ്ട് കുറച്ച്. ഇതേ സൈഡിലൊക്കെ അങ്ങനെയാണ് കേട്ടോ മൊത്തത്തിലുള്ളത്. ലീഫുകൾ കേട്ടോ. ഈ ഒരു ലീഫാണ് അവർ മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി, ഇഷ്ടമായി. നമ്മളോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ ചോദിച്ച്. അപ്പോൾ അടുത്തോളി പരിചയപ്പെടുത്തിക്കൊള്ളി എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തേട്ടാ. ഇതൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, ഒരു മാത്രമേ ഇതിനൊക്കെ സമ്മതിക്കുള്ളൂ കേട്ടോ. ചിലവർ നമ്മളൊന്നിനും അനുവദിക്കില്ല. നമ്മൾ ഡയറക്റ്റ് കയറി ചെന്നവരെ അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയുള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് സംഗതി മനസ്സിലാവും, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ വേറൊരു ഐറ്റം ചെടികളാണ് കേട്ടോ. ഇങ്ങനൊരു ഏരിയ മൊത്തം ഇങ്ങനൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്ലാന്റുകളാണ്. അപ്പോൾ ആ സാറിനോടും ലത മാഡത്തിനും ഒരു നന്ദി പറയാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ചിത്രീകരിക്കാനുള്ള ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആളാണ്. അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ ഇനിയും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേ ഒരു പ്രത്യേക തരം ടെമ്പറേച്ചർ കേട്ടോ. അതായത് ഒരു ചൂടല്ല എന്നാൽ തണുപ്പല്ലാത്തൊരു രീതിക്കുള്ള ടെമ്പറേച്ചറാണുള്ളത്. പുറത്ത് തണുപ്പാണ് കേട്ടോ. ഇവിടെ ഒന്ന് പോയേക്കാം ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അക്കന്മാരാണ് കേട്ടോ. ഒരു ചേച്ചി അത് അവിടെ ഉണ്ട്, ഒരു ചേച്ചി അവിടെ ഉണ്ട്. ഇവർ കഴിക്കണ സ്ഥലമാണ് കേട്ടത്. ശരി, ഒരു തോട്ടത്തിലേ വേറെന്തോ സംഭവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കാണാൻ വേണ്ടിയിട്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കട്ടോ. ഈ ചേച്ചി നമ്മളെ കൂടെ വന്നിട്ടുണ്ട് പരിചയപ്പെടുത്തി തരാൻ. അപ്പോൾ നമ്മളേ നല്ല മനോഹരമായിട്ടുള്ളൊരു തോട്ടത്തിലാട്ടോ. ഇവിടെ എല്ലാ കൃഷികളും ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നടന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാട്ടോ. അവരവരെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ വേറെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ആ കാണിച്ച പ്ലാന്റില്ലേ അതിൽക്കൂടെ ഇങ്ങനെ കയറി വരട്ടെ ഈ ഒരു പ്ലാന്റിലേക്ക്. അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്ലാന്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അവിടെ ഒരു അക്കുണ്ട്. ഇങ്ങനെ പ്ലാന്റ് ഉണ്ടാക്കുക കേട്ടോ. പുതിയ പ്ലാന്റിൻ്റെ പരിപാടിയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. പുതിയ പ്ലാന്റ് ഇതുപോലത്തെ കമ്പികളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാം റെഡിമെയ്ഡ് മാതിരി കേട്ടോ. നമുക്ക് നെറ്റ് ബോൾട്ടിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം. വേണ്ടപ്പോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇടയിലൊക്കെ മാറ്റങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന മാതിരി കേട്ടോ.
അതായത് അടിയിൽ ഇതേപോലത്തെ ഓരോ കുഴികൾ ഉണ്ടാക്കി ഇതുപോലത്തെ ഓരോ പൈപ്പുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിലേക്കാണിത് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമേ ഫിക്സ്ഡ് ആയിട്ടുള്ളൂ, ഈ അടിയിൽ കാണുന്ന ഈ പൈപ്പുകൾ മാത്രം. ബാക്കിയൊക്കെ നെട്ട് വോൾട്ടിലാണ്. ഇതിലേക്ക് വേണ്ട ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട് ഇവർ. പേരെന്നാക്കാ? മഞ്ചോട്ട. ആ நீங்கள் எவ்வளோ டைமுக்கு வருவாங்க ஒர்க் வேலைக்கு? காலையில் 8 மணி. போகிறது 4 மணி. நல்லா இருக்கீங்களா வேலை இல்லாமல்? ശരി ശരിയാക്കാ. ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് കുറച്ച് ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആടിൻ്റെ ഒരു ചെറിയൊരു ഫാം പോലെ കേട്ടോ. തുറന്നപ്പോൾ തന്നെ ആൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള വളമ ഇവിടുന്ന് തന്നെ കിട്ടും. അതാണ് ചെറിയൊരു ഗസ്റ്റ് ഹൗസ് മാതിരി, അല്ലെങ്കിൽ നമുക്ക് ഒരു സേഫ്റ്റി ഉള്ളൊരു വീട് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞതേ എല്ലാ പ്ലാന്റും ഒരേ മാതിരി തന്നെ, ആ ലീഫാണ് മെയിനായിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കും പോയോക്കാം, എല്ലാം കണ്ടോക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടെങ്കിലോ. ഇതിലും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ ഒരു ഏരിയയാണ്. വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റ് ഇട്ടോ. അതാ ഈ ഒരു ലീഫ് വരുന്ന ഒരു ചെടി ഇട്ടാ, ഇങ്ങനെ തല്ല വരെ ഉണ്ട്. പിന്നെ ഈ ഐറ്റം ചെടികൾ കുറേ കണ്ടിട്ടോ. ഈ ഒരു പ്ലാന്റിലേക്ക് വേണ്ട വാട്ടർ സ്രോതസ് ഇങ്ങനെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വലിയ പൈപ്പിൽ വരും, അവിടെ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെറിയ പൈപ്പിലൊക്കെ കണക്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ തക്കാളിയുടെ ഒരു പ്ലാന്റ് കണ്ടിട്ടോ. ഇവർക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാവും. പിന്നെ ഈ കാണുന്നത് ഇത് നമ്മൾ ആദ്യം കാണിച്ച ലീഫ് കേട്ടോ അവിടുത്തെ. ഇതും അതൊക്കെ ആ ഒരു ലീഫാണ്. ഇതിൽ വ്യത്യസ്തമായിട്ട് ഈ ഒരു ചെടി വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതുപോലെ ഇതൊക്കെ ആ ഒരു ഐറ്റം വ്യത്യസ്തമായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അതേമാതിരി ആ ഒരു ഐറ്റം, ഈ ഒരു ഐറ്റമൊക്കെ വെറൈറ്റിയാണ്. മെയിനായിട്ട് ഈ ബൊക്ക കാര്യങ്ങൾ ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെടികളാണ് കേട്ടോ. ഒരു പുതിയ അറിവും പുതിയൊരു കാഴ്ചയായി നമുക്ക്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെറിയ ഇലകൾ വരുന്ന ഒരു ചെടി. ഇത് നാരങ്ങല്ലേ, ഇത് നാരങ്ങ മരങ്ങളാണ് കേട്ടോ. ഇതും ആ പ്ലാന്റ് തന്നെ, ചെറിയ പ്ലാന്റ്. ഇവിടെ വേറൊരു ഐറ്റം ചെറിയ പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം പ്ലാന്റ് വരുന്നുണ്ട്. പ്ലാന്റിൻ്റെ പുറത്ത് വന്നപ്പോൾ ഭയങ്കര പച്ചപ്പായിട്ടുള്ള ഒരു പ്ലാന്റ് കേട്ടോ. അതന്നെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ലൈറ്റ് കളറ് കേട്ടോ. മനോഹരമായിട്ടുള്ള വേറൊരു വൃക്ഷം. ഇതിലേക്ക് വരുമ്പോൾ വേറെ ഐറ്റം പ്ലാന്റുകൾ കേട്ടോ. പിന്നെ ആ കുറ്റിച്ചെടികളായിട്ടുള്ള ആ പ്ലാന്റുകൾ. പിന്നെ മൊത്തത്തിൽ നമ്മൾ ആ കണ്ട ഐറ്റം തന്നെ കേട്ടോ വരുന്നത്. ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഒരുപാട് ലെങ്ത്തായിട്ടുള്ള ദൂരം ഉണ്ടെന്നുള്ള കേട്ടോ. ഇതൊക്കെ ഇവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ എന്നുള്ളതിൽ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇതൊക്കെ ഒരു ജോലി സാധ്യതയും കൂടിയാണ് നമ്മുടെ നാട്ടിൽ കേട്ടോ. അതും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളും പിന്നെ സെൽഫ് ബിസിനസ്സുകളൊക്കെ പരിചയപ്പെടുത്തി ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ ഓരോ ബിസിനസ് ആശയങ്ങളാണ് കേട്ടോ. എന്താ പൈപ്പ് ലൈൻ ഇങ്ങനെ വരുന്നത്. പിന്നെ കാണുന്ന ദൂരമൊക്കെ നമ്മൾ കാണിച്ചതേപോലത്തെ പ്ലാന്റ് കേട്ടോ. ഈ കാണുന്ന ലൈന് ഈ 2-3 ലൈൻ ഒരേ ഐറ്റം, ഈ ഒരു ലൈന് വേറൊരു ഐറ്റം. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. നമ്മളേ ഏകദേശം പോണ റൂട്ടിലൊക്കെ ഇതുപോലത്തെയൊക്കെ നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ നമ്മളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമുക്കും കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ നമുക്കിതുപോലെ വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു കിട്ടലായി. നമ്മളുടെ യാത്രയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എസ്റ്റേറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുറച്ചുകൂടെ പോന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചയുണ്ട്, ഇരു സൈഡുകളിലും വലിയ വൃക്ഷങ്ങൾ കേട്ടോ. നീണ്ട് ഒരേ അളവിലുള്ള വൃക്ഷങ്ങൾ 2 സൈഡിലും. ഒരു വെറൈറ്റി കാഴ്ചയായി പോയി. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നല്ലത് ഏർക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. തമിഴ്നാട്ടിലെ സേലം ഡിസ്ട്രിക്റ്റിലാണ് ഏർക്കാട് വരുന്നത്. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഏരിയകളുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുപോയാലോ. സേലത്തു നിന്ന് 35 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഏർക്കാട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ. നമ്മളിന്നുള്ളത് യാർക്കാട് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ്. അവിടുത്തെ ഒരു പാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതായത് ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ.
വാട്ടറിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓഫീസ് വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. മാലിക്കിനെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 3D ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗവൺമെൻറ്. ഏർക്കാട് ലേക്ക് എന്നുള്ള ഈ ഒരു സ്പോട്ടിലാട്ടോ നമ്മളുള്ളത്. വാട്ടർ ഫാൾസിൻ്റെ ആ ഒരു ഏരിയയൊക്കെ നമ്മൾ പോവാണ് കേട്ടോ. വണ്ടികൾക്കൊക്കെ പറ്റിയ സ്റ്റിക്കറാണ്. നമ്മളെ യാത്ര ഏർക്കാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് ധർമ്മപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കേട്ടോ. അതായത് 63 കിലോമീറ്ററോളം ഇനി ഇവിടെ നിന്നാണ് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി പ്രദേശം കേട്ടോ. അതായത് ഉള്ളിലെ ഏരിയകളിലൂടെ നമ്മൾ യാത്ര ചെയ്യണത്. വേറെ വലിയ യാത്ര കേട്ടോ. റോഡുകൾ വലിയ മെച്ചമൊന്നും പറയില്ല, മോശമാണ്. പക്ഷേ ഉൾപ്രദേശത്ത് കൂടിയാണ് നമ്മളെ യാത്ര. ബസ് ഇതോടെ ഇരിക്കണേ. പിന്നെ മോനൂസ് ഇതാ ഹായ് പറഞ്ഞ മോനൂസ. നമ്മളെ പക്ക ഉൾഗ്രാമത്തിൽ കൂടി കേട്ടാ. ഇതാ റോഡൊക്കെ കണ്ടുപോയി. അപ്പൊ ധർമ്മപുരം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു പ്രദേശം. വലിയ ചൂടില്ല കേട്ടോ. ചൂട് തീരെ ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം 6 മണിയോടെ അടുത്ത്. ഉച്ചക്കൊന്നും തീരെ ചൂട് കാരണം ചൂടില്ല. അതെ ഐസും വെള്ളം കൊണ്ടാണ് കുളിച്ചേ. തിരുമ്പിയതൊക്കെ ഐസും വെള്ളം കൊണ്ട്. അങ്ങനെ നമ്മളെ RC ക്ലബിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഇട്ടതിൽ. പിന്നെ 1 മണിക്കൂറോളം കാണിക്കുന്നുണ്ട് ഇതിൽ. പക്ഷെ നമുക്ക് ഒരു ദിവസമൊക്കെ ഓടിക്കട്ടോ അവിടെ എത്തുമ്പോഴത്തേന്. അപ്പോൾ ഓക്കെ പോകുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ ടെൻ്റ് അടിക്കാൻ ഗ്യാപ്പിട്ട് അവിടെ ടെൻ്റ് അടിക്കും. ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. മോനൂസ് ഫുഡ് ഉണ്ടാക്കുവോ? എന്ത് ഫുഡ് ഉണ്ടാക്കുക? മുട്ട ഉണ്ടാക്കാറ് എനിക്ക്? എനിക്ക് മുട്ട തിന്നാനല്ലേ അറിയുള്ളൂ. ഉണ്ടാക്കാനറിയോ? ഉമ്മച്ചിക്ക് അറിയില്ല ഉണ്ടാക്കാന്. അവളെ റോഡൊക്കെ മോശം കേട്ടോ. നല്ല മോശം തന്നെ പറയാം. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. പക്ഷെ പ്രകൃതി ഒരു രക്ഷയില്ല. എല്ലാം കൂടി ഒത്തു കിട്ടൂലല്ലോ അല്ലേ. മൂന്നൊരു വിഷയമല്ല കേട്ടോ. 5 ആളൊക്കെ വെച്ച് പോകണ കണ്ടിക്കണേ. 5 ആളൊക്കെയാണ് ഒരു ബൈക്ക് പോയത്. പിന്നെ അതേപോലെ ഇടത്തെ ഭാഗത്ത് കൂടി ഇങ്ങനെ കയറി പോകണം. അതേപോലെ ഓണടി ഒരു രക്ഷയില്ല, അടിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ഹെൽമെറ്റ് പോലീസുകാർക്കും കൂടി വേണ്ട. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഇതുവരെ നമ്മളെ പോലീസുകാർ കൈയാട്ടിട്ടൊന്നുമില്ല അല്ലേ. പോലീസുകാർ ഇതുവരെ കൈയാണിച്ചിട്ടില്ല. പോലീസുകാരൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ. പക്ഷെ ഫൈൻ കിട്ടിയ പണി കിട്ടും. അതാണ് ഞാൻ പതുക്കെ അങ്ങോട്ട് വല്ലാതെ എടുക്കാത്തത്. പിന്നെ നമ്മളെ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ വല്ലാതെ പോലെ അതിന് നിൽക്കൂല. ഈ ഒരു ഏരിയ ഒക്കെ നോക്കിയിട്ടാവും. പൊള്ളി ഏരിയ. മോനിസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവനൊന്നും ഒരു കുഴപ്പമില്ല. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കുട്ടിയുടെ അവസ്ഥ എന്താണെന്നൊക്കെ. മോനിസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു ട്രാവലിങ്ങിനോട് ഇങ്ങനെ എല്ലാവരും പൊരുത്തപ്പെട്ട് വരുന്നുള്ളൂ. ഇൻഷാല്ലാ ഇനി ഒരു 10 ദിവസം കൂടി 10 ദിവസം കൂടെ ഒക്കെ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാവും. തമിഴ്നാട്ടിലൊരു 10 ദിവസം കൂടെ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ ആന്ധ്രാപ്രദേശും തെലുങ്കാനയും രണ്ട് സംസ്ഥാനം കൂടി ആട്ടോ നമ്മൾ കവർ ചെയ്യാം. ഒപ്പം ഉള്ളേരിയ കൂടി ബസ് വരുന്നുണ്ട് കേട്ടോ. വലിയ ബസ് കേട്ടോ. അപ്പം മനസ്സിലായി നമ്മൾ ഏത് റോട്ടിൽ കൂടി പോകണമെന്നുള്ളത്. അറ്റ് ലാസ്റ്റ് അടിപൊളി ഒരു ഏരിയയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെ ആട്ടോ നമ്മൾ എത്തിയത്. സെറ്റ് ചെയ്യാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലേ 2 റോഡുകൾ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ.
റോഡ് മഹാമോശം കേട്ടോ ഈ ഏരിയയിൽ. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു ഊരിക്ക് എത്തിയിട്ടോ, ഒരു ഗ്രാമത്തേക്ക്. പാകട്ടെ. ഇവിടുത്തെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മുടെ നാട്ടിലത്തെ അതേമാതിരി ഒക്കെ തന്നെ കേട്ടോ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാരണം ഈ മലകളൊക്കെ നോക്കുകയാണെങ്കിൽ മലകളൊക്കെ നമ്മളെ അവിടുത്തെ മാതിരി തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള മലകൾ തന്നെ കേട്ടോ. ഉരുളക്കല്ലും കാര്യങ്ങളൊന്നുമുള്ള അങ്ങനത്തെ മലകളൊന്നുമില്ല, വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള തന്നെ. പിന്നെ ഓരോ ഏരിയയും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ പോണ ഈ റോഡാണ്, റോഡ് മോശമായിട്ടുള്ള റോഡാണ്, എന്നാലും ഒരു 40-50% പെർഫെക്റ്റ് ഓക്കെയാണ് കേട്ടോ. യാത്രയിൽ തന്നെയാണ് നമ്മൾ ഏകദേശം ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മോനൂസ് കേട്ടോ, ഇവിടെ മോനൂസും ജെസിയും കൂടെ അവിടെ കളിക്കാണ്. മാങ്ങ എത്തുക മോനൂസ്, മാങ്ങ എത്തുക. അപ്പച്ചി കയറിയോ, അപ്പച്ചി കയറിയോ? എന്നാൽ കഴുകിക്കൂടെ കേട്ടോ ആദ്യം. പച്ചനെ അടിപൊളി വ്യൂ ഉള്ള ഏരിയ കേട്ടോ. അങ്ങനെ നമ്മൾ ഏർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ധർമ്മപുരി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണിട്ടുള്ളത്. എന്താ ഇങ്ങനെ കുഴിയായിട്ടുള്ളൊരു ഏരിയ കേട്ടോ, മലകളും കുന്നുകളും ചെരുവുകളും റോഡാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളേ ഇവിടെ പൂക്കൾ ഒരുപാട് കണ്ടിട്ട്, ഈ ഏരിയയിലൊക്കെ പൂക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ പൂക്കൾ പറിക്കാം കേട്ടോ. പറിച്ചിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്. അപ്പോൾ പൂക്കൾ അറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പൂ അറുത്തിട്ട് ആ ഒരു ഡപ്പിലാക്കുന്നുണ്ട്, ഇവിടെ അറുത്തുകൊണ്ടിരിക്കണേ. മോനുസേ പൂ അറുത്തിട്ട് നിറഞ്ഞു എന്ന് പറയട്ടതാ, നിറച്ചുണ്ട്. അല്ല നിറച്ച് പൊറിച്ചിക്കണാ. അപ്പോൾ ഇത്രയും തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു പരിപാടി ഉണ്ട് കണ്ടോളിട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ യാത്രയ്ക്ക് നമ്മൾ തന്നെ ആശംസ അർപ്പിക്കാം കേട്ടോ. കളറായി നമ്മളേ ഈ റോഡിലൂടെ ഇങ്ങനെ വന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വില്ലേജുകൾ കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകട്ടോ. ഏർക്കാടൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു റൂട്ടൊക്കെ എടുത്തോളി, കുഴപ്പമില്ല. മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ. അങ്ങനെ നമ്മളെത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു വില്ലേജിലാണ് കേട്ടോ. അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വില്ലേജ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കൂവരനെ കണ്ട് കിണറ്റിലാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് യാത്ര തുടരാം. മാലിക്കിനെ അങ്ങനെ കുറച്ച് സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്കൂൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ എല്ലാ കുപ്പിലും ഇതിലൊക്കെ വെള്ളമാക്കാനുണ്ട്, അപ്പോൾ വെള്ളമാക്കണം. പിന്നെ തിരുമ്പിയതുണ്ട് കുറേ, അതൊന്ന് തോരയിട്ടിട്ടില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒതുക്കി വെച്ചിട്ടാട്ടെ നമ്മൾ യാത്ര ചെയ്യുക. വേണമെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് കയറി കിടന്ന് റെസ്റ്റൊക്കെ ചെയ്യാം. പിന്നെ വണ്ടിയുടെ ഉൾഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ കണ്ട കിണറേ ഇവിടെ കേട്ടോ. ഈ കിണറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വെള്ളമുണ്ട്, പക്ഷെ നല്ല അഴുക്ക് കാര്യങ്ങളൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട്. ഒരു നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ കേട്ടോ. ഒരു മരമൊക്കെ നോക്കണേ, അടിപൊളി. പക്ഷെ ഇവിടെ ഒന്നും അതിനനുസരിച്ച് വൃത്തിയാക്കിയിട്ടിട്ടില്ല. കല്ലുകളും കാര്യങ്ങളും ചമ്മലകളൊക്കെ ഉണ്ട്. ചമ്മലകളൊക്കെ ഉണ്ട് വലിച്ചുകൊണ്ട് ഒന്നും വൃത്തിയാക്കിയിട്ടല്ലേ നല്ല രസമുണ്ടാവും. പിന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ചതാണ് ഈ കിണറാണ്. കുടങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടുപോകാനാവും. നല്ല വെള്ളം കേട്ടോ. ഇവിടെ ഈ ചവിട്ടുപടികൾ കണ്ടോ, ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പടുക്കുമ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല ഉപകാരമാണ്. പറയാനുള്ളത് മറ്റേ കരിങ്കല്ലുകളുടെ കേട്ടോ ഇത് കെട്ടിയിട്ടുള്ളത്. നല്ല വൃത്തിയുണ്ട്.
നല്ല വെള്ളമുള്ള ഒരു കിണർ കേട്ടോ. എന്ത് എന്താണ് അവിടെ എന്താണ്? അപ്പോൾ മോനുസനെ എല്ലാ സ്ഥലവും കാണണട്ടാ. മാഷാ അല്ലാ, അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കൂടെ ഉള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലൊന്നും ഇല്ലല്ലോ. അല്ല എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല. അതൊന്നും കല്ലുള്ളൂ. അപ്പം എന്താ എവിടെ നിൽക്കണ? അത് ഇറങ്ങണ? അപ്പോൾ ഓനക്കേ കൂടെ വന്നാൽ എല്ലായിടത്തും കാണണം, പരിചയപ്പെടണം. നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല പറയും. കാണാത്ത കണ്ടിട്ടില്ല പറഞ്ഞിട്ട് രണ്ടാമത് കാണാൻ വേണ്ടി നോക്കൂട്ടാ. അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ്. കോരിയിട്ട് വെള്ളം നിറക്കണം. ഇത്രയും കുപ്പികളുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. ഇതിലൊക്കെ നിറക്കും. പിന്നെ നമ്മുടെ അടുത്ത് 25 ലിറ്ററിൻ്റെ വലിയൊരു കുപ്പിയുണ്ട്. അതിലുണ്ട് വെള്ളം അല്ലേ? അതിൽ വെള്ളമുണ്ട്. ഇനി നമുക്ക് വെള്ളം കൂടുതൽ ശേഖരിക്കണം. കാരണം വെള്ളം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും ചില ഏരിയയിൽ. അപ്പോൾ ഞാൻ കാരിയർ കാര്യങ്ങളൊക്കെ നോക്കണം. അതാ ഒരക്കട്ട വരുന്ന വെള്ളത്തിന്, അക്കത വെള്ളത്തിന് വരുന്നത് അവർ വരുന്ന രീതി നോക്കാൻ തിരികെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പേരെന്നക്ക ചെറുക്കാപ്പട്ടി. ഇവിടെ ഈ കെട്ടുന്ന കയറുണ്ടല്ലോ, കയറ് ഓരോരുത്തരും കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവന്നിട്ട് ഇതുപോലെ വെള്ളം എടുത്തതിൻ്റെ ശേഷം റിട്ടേൺ വീട്ടിൽ തന്നെ കൊണ്ടുപോകണം. ഈ ഒരു കപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പാളയും കയറൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഇവിടെ കുടത്തിലാട്ടോ വെള്ളം മുക്കണത്. പിന്നെ ഇവർ കൊണ്ടുപോകുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഒന്ന് കയ്യും ഇതൊന്നും പിടിക്കാതെ കറക്റ്റ് തിരികയിൽ വെച്ചിട്ട് മറ്റേത് കയ്യിൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒക്കത്ത് വെച്ചുകൊണ്ടോ ഇവരെ കൊണ്ടുപോകണേ. ഒരുപാട് സ്ഥലം ഏറ്റി കൊണ്ടുപോകണം. ആ ഏരിയ അതിൻ്റെ ഉള്ളിൽ കേട്ടപ്പോൾ പോയത് ഒരാൾ. അപ്പോൾ അത്രയും ഇവിടുത്തെ ആൾക്കാർ അത്ര റിസ്ക് എടുത്തിട്ടാണ് വെള്ളം ശേഖരിക്കുന്നത് കേട്ടോ ചില ഏരിയയിൽ.